സയ്യിദ് അലി താഹ പൂക്കോയ തങ്ങൾ പാപ്പിൻഷെല്ലെ അറിയപ്പെടുന്ന കുടുംബത്തിലുള്ള തങ്ങളുടെ ഒരു ഖബറാണ്. എൻ്റെ കാരണവർ ഖബറാണ്. ഈ ഖബറിൻ്റെ മേലെയാണ് നിങ്ങൾ കാണുന്നില്ലേ കട്ടിലും തുണിയും ഷർട്ടും വേസ്റ്റും ഇവരുടെ സാധനങ്ങളും എല്ലാം ഇതിൻ്റെ മേലെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പാപ്പിനിശ്ശേരി കട്ടിലപ്പള്ളി എന്ന് പറയുന്ന പ്രദേശത്ത് ഉറൂസ് നടക്കുകയാണ്. ആ ഉറൂസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കച്ചവടത്തിനുള്ള സ്റ്റാളുകൾ കിട്ടിയിരിക്കുന്നത് ഖബറിസ്ഥാനിന് മുകളിലാണ്. അവിടെ ഒരു സഹോദരൻ തന്റെ വേണ്ടപ്പെട്ട ആളുകളുടെ ഖബറിന് മുകളിൽ ചന്തക്കച്ചവടം ചെയ്യാൻ സ്റ്റാളുകൾ കിട്ടിയത് കണ്ട് അന്തം വിട്ട് അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് വീഡിയോയിൽ വന്ന് സംസാരിച്ച രംഗം കണ്ടപ്പോൾ ഭയങ്കര അതിശയം തോന്നി. എന്ത് ക്രൂരതയാണ് ഇവരൊക്കെ ചെയ്യുന്നത്. ജാറ വ്യവസായ കേന്ദ്രങ്ങൾ ഉണ്ടാക്കി അവിടെ ഇല്ലാത്ത കറാമത്ത് വല്ലാണ്ട് പൊലിപ്പിച്ച് പറഞ്ഞ് അവിടേക്ക് പാമര ജനതയെ വലിച്ചു കൊണ്ടുപോയി അവരുടെ സമ്പത്ത് കൊള്ളയടിക്കാൻ പുരോഹിത വർഗം കാട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങൾ അതിരുവിടുകയാണ്. ഒരു ഉളുപ്പുമില്ലാതെ ജാറ വ്യവസായ കേന്ദ്രങ്ങളിലേക്ക് സ്ത്രീകളെ അടക്കമുള്ള ആളുകളെ കൊണ്ടുവന്ന് അവരുടെ സമ്പത്ത് കൊള്ളയടിക്കുന്ന പുരോഹിത വർഗം കാട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങൾ നിങ്ങളൊന്ന് കാണേണ്ടത് തന്നെയാണ്. ഇവിടെ ഇതൊന്നും ആരും പ്രതികരിക്കരുത്. എതിർത്ത് പറയുന്ന ആളുകളോട് നിങ്ങൾ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി, വേണമെങ്കിൽ സ്വീകരിച്ചാൽ മതി, ഞങ്ങൾ എന്തും ചെയ്യുമെന്ന ധിക്കാരത്തോടെ അതിനെതിരെ പ്രതികരിക്കുന്ന പുരോഹിത വർഗം, ഈ ജാറ കമ്പനിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ ധിക്കാരപരമായ നടപടികൾ. ഒരു മുസ്ലിം ആണെങ്കിൽ, ഖുർആൻ പഠിച്ച ഒരു മുസ്ലിം ആണെങ്കിൽ ഹക്കാണ് പറയേണ്ട. റഷീദേ, നിങ്ങളെ സ്ഥാപനത്തിൽ വെറും പൈസക്ക് സഹോദരൻ ആ വീഡിയോയുടെ സംസാരിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രതികരണമോ ഒക്കെ കാണുമ്പോൾ നമുക്ക് കൃത്യമായി അത് ബോധ്യപ്പെടും. തൊട്ടടുത്ത് കിടക്കുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ സ്നേഹിതൻ വഹാബിന്റെ അബ്ദുൽ ഖാദറിന്റെ ഉപ്പ ഇബ്രാഹിം കുട്ടിക്കാന്റെ ഖബർ. ഈ ഖബറിന്റെ മേലെയാണ് ഇവർ കച്ചവടം ചെയ്യുന്നത്. ഇത് എന്ത് ഇസ്ലാം? എവിടുത്തെ ഇസ്ലാം? ഈ ഉമ്മത്തിന്റെ വിശ്വാസത്തെ കൊള്ളയടിക്കാൻ പുരോഹിതവർഗം സമൂഹത്തിന്റെ മുന്നിൽ പ്രചരിപ്പിച്ച ആശയങ്ങൾ ഇസ്ലാമികമല്ല എന്നുള്ളത് ഇസ്ലാമിക പ്രമാണങ്ങൾ പരിശോധിച്ചാൽ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുന്നതുമാണ്. അത്തരത്തിലുള്ള ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാവണം ഉത്തരവാദിത്ത നിർവഹണം എന്ന രീതിയിൽ അദ്ദേഹം കൃത്യമായി ചില കാര്യങ്ങൾ പറയുന്നത്. കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത ലിന്നാസ് എന്ന് തുടങ്ങുന്ന ആയത്തിനെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം നടത്തിയ സംസാരം അതൊക്കെ നമ്മൾ കാണേണ്ടതാണ്. നമ്മൾ ചിലതൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. ഒരു മുസ്ലിം ആണെങ്കിൽ, ഖുർആൻ പഠിച്ച ഒരു മുസ്ലിം ആണെങ്കിൽ ഹക്കാണ് പറയേണ്ട. റഷീദേ, നിങ്ങളെ സ്ഥാപനത്തിൽ വെറും പൈസക്ക് ഞാനിപ്പോ എന്റെ ഉമ്മാനെ എന്റെ അധികാരം, എന്റെ അവകാശം ഒരു മുസ്ലിം എന്നൊരു കുൻതും ഖൈറ ഉമ്മത്തിന്റെ അവകാശം ഇല്ലെന്നോ. ഹക്കിനെ പറയാൻ വേണ്ടി ഒരുത്തിനും പഠിക്കരുത്. ഒരു സ്ഥാനാർത്ഥി പ്രസിഡന്റ് ആയാലും നാട്ടുകാരായാലും സെക്രട്ടറി ആയാലും പഠിക്കരുത്. ഇത് ഹക്കാണ്. ഇവിടെ നടക്കുന്ന തിന്മകൾക്കത് ശബ്ദിക്കണം, നാട്ടുകാർ ശബ്ദിക്കണം. അതിനെ ശബ്ദിക്കുന്നേ കേട്ടല്ലേ. നമ്മളിന്ന് കണ്ണൂർ പാപ്പിനിശ്ശേരി ഉമ്മാമിന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് കണ്ടൊരു കാഴ്ചയാണ്. ഖബർസ്ഥാന്റെ മേലിൽ കൂടിയാണ് ഇവിടെ ചന്ത കെട്ടിയേക്കുന്നത് മൊത്തം. ഇവിടെ പാപ്പിനിശ്ശേരി കാട്ടലപ്പള്ളിയിൽ മയ്യത്ത് കിടക്കുന്ന സ്ഥലമാണ്. മയ്യത്ത് ഒരു മനുഷ്യൻ ഔലിയായാലും സാധാരണക്കാരനായാലും തങ്ങളായാലും മൊയിലാരായാലും ആരായാലും അയാളുടെ റൂഹ് പോയി കഴിഞ്ഞാൽ ആ റൂഹ് അള്ളാഹുവിലേക്ക് എത്തിക്കും. അതിനുശേഷം മയ്യത്ത് ഖബറടക്കി കഴിഞ്ഞാൽ ഖബർസ്ഥാനിൽ എന്ത് ചെയ്യണം എന്ന് വളരെ വിശദമായിട്ട് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. സുന്നി പണ്ഡിതന്മാർ പഠിക്കുന്ന കിതാബുകളിൽ വളരെ വിശദമായിട്ട് പറഞ്ഞ ഓരോ വാക്കുകളും ശ്രദ്ധിച്ചാൽ ഖബറിൻ്റെ മേൽ സിമൻറ്റ് കെട്ടാൻ പാടില്ല, സിമൻറ്റ് കൂന കെട്ടാൻ പാടില്ല, ബിൽഡിംഗ് എടുക്കാൻ പാടില്ല, പള്ളി പണിയാൻ പാടില്ല, മക്കാമ പണിയാൻ പാടില്ല. കഴിഞ്ഞ ദിവസം പാണക്കാട്ടുള്ള ഒരു തങ്ങൾ വന്നിട്ടാണ് ഖബർസ്ഥാൻ ഉദ്ഘാടനം ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെയോ സഹാബാക്കളുടെയോ താബീങ്ങളുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഒരു ഖബർ പോലും ഉദ്ഘാടനം ചെയ്യുന്ന രംഗം ഇസ്ലാമിന്റെ ചരിത്രത്തിലോ കിതാബിലോ നിങ്ങൾ കാണിക്കാൻ പറ്റുമെങ്കിൽ എന്നോട് നേരിട്ട് നിങ്ങൾ എനിക്കൊന്ന് പഠിപ്പിച്ചു തരാം. ഇത് ശിർക്കാണ്. കാരണം ഇവിടെയൊക്കെ നടക്കുന്ന ചില സംഭവങ്ങൾ, മൂന്നുവറ്റുമ്മ എന്ന് പറയുന്ന ഒരു സഹോദരി ഇവിടെ മരിച്ചിട്ടുണ്ട്. അവരുടെ ദർജ എന്താണെന്ന് നമുക്കാർക്കും അറിയില്ല. അത് അള്ളാഹുമായിട്ടാണ്. കാരണം അവസാനം ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ഈമാനോട് കൂടി മരിച്ചതാണോ, കലിമ ചൊല്ലി മരിച്ചതാണോ, ഷഹാദത്തിൽ മേലിൽ മരിച്ചതാണോ, അല്ല വേറെന്തെങ്കിലും അവസ്ഥയിൽ മരിച്ചത് നമുക്ക് ആർക്കും അറിയില്ല. പക്ഷേ നമ്മൾക്ക് ദുആ ചെയ്യാം, അവർക്ക് മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യാം. അവിടെ പാപങ്ങൾ പുറത്തു കൊടുക്കാൻ, അവിടെ ഖബർ വിശാലമാകാൻ, അവിടെ തെറ്റുകുറ്റങ്ങൾ പുറത്തു കൊടുക്കാൻ വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. നമ്മൾ നാളെ മരിച്ചു പോകും എന്നുള്ള അവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഖബർ സിയാറത്ത് സുന്നത്താക്കുന്നത്. ഞാൻ ഇന്ന് എൻ്റെ ഉമ്മാൻ്റെ ഖബറിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. എൻ്റെ ഉമ്മാൻ്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് 2.5 മണിക്കൂറാണ് ഞാനിന്നിപ്പം റോഡിൽ ബ്ലോക്കായിട്ട് ഇപ്പോൾ ഈ 12:30 ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ഈ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഗാനമേളയാണ്. ഈ ഖബർസ്ഥാന് ചുറ്റുഭാഗവും ഗാനമേള, പാട്ടും മ്യൂസിക്കും
എന്താണ് ഖബർസ്ഥാൻ, ഖബർസ്ഥാനിൽ വരുമ്പോൾ എന്താണ് ചെല്ലാൻ പഠിപ്പിച്ചത്? അസ്സലാമു അലൈക്കും, അല്ലെങ്കിൽ നമ്മൾ നാളെ അസ്സലാമു അലൈക്കും ദാറഖൗമുൽ മുഅ്മിനീൻ നമ്മൾ നാളെ മരിച്ചു പോയി ഇവിടെ കടക്കേണ്ടവരാണെന്നുള്ള ഓർമ്മ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഖബർ സിയാറത്ത് സുന്നത്താക്കി. പക്ഷെ ഇവിടെ ഗാനമേളയാണ്, പാട്ടാണ്. ഇപ്പം നമ്മുടെ ഉമ്മാനെ ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ ഇവിടെ കുറേ സ്ത്രീകളും ആണുങ്ങളൊക്കെ ഇരുന്നിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂളിംഗ് ഗ്ലാസ് ഇട്ട് കൊടുത്തിട്ട് ഈ പാതിര 12:45 ഏത് ഇസ്ലാം? പിന്നെ പള്ളി കമ്മിറ്റിയിലെ പ്രസിഡന്റോടും സെക്രട്ടറിയോടും നാട്ടുകാരോടും എനിക്ക് പറയാനുള്ളത്, ഞാൻ നാട്ടുകാരി പാപ്പിശ്രീക്കാനാണ്. പണ്ട് കാലത്ത് പറഞ്ഞത് കബറുകൾ നീളം വെക്കുന്നില്ല, 1 ഇഞ്ച് കബർ നീളം വെച്ചിട്ടില്ല. നിങ്ങൾ വെച്ച ഇഷ്ടിക സിമന്റ് കല്ല് നീളം വെപ്പിച്ചതല്ലാതെ പറ. പിന്നെ നാട്ടിലുള്ള ഇൽമില്ലാത്ത പാമരന്മാരായ ഒരുപാട് സഹോദരിമാരുടെ ഇടയിൽ ഇവിടെ വന്ന് ഇവരോട് ദുആ ചെയ്താൽ കുട്ടികൾ കിട്ടും, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് എന്നുള്ളൊരു വിശ്വാസം എന്നിട്ട് അത് ശിർക്കാണ്. ആ ഒരു വിശ്വാസം ഇല്ലാതാക്കാൻ വേണ്ടി നമ്മളെല്ലാവരും പരിശ്രമിക്കേണ്ടത്. എന്താ കാരണം എന്ന് വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മുമ്പിൽ നാളെ നമ്മൾ ഹാജരാവണം. ഹാജരായി കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ വളരെ കൃത്യമായിട്ട് അള്ളാഹു ചോദ്യം ചെയ്യും. എന്തിനാണ് അള്ളാഹു നബിമാരെയും സഹാബാക്കളെയും പരിശുദ്ധ ഖുർആനും നമുക്ക് തന്നിരിക്കുന്നത്? അതായത് കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. നന്മയായ കാര്യങ്ങൾ ഉപദേശിക്കുകയും തിന്മയായ കാര്യങ്ങൾ തടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലുള്ള സ്ഥാപനങ്ങൾ, പള്ളികൾ ഇസ്ലാമിൽ വിരുദ്ധമാണ്, ഷിർക്കാണ്, പൂർണ്ണമായി ഷിർക്കാണ്. പിന്നെ ഇതിനു വേണ്ടി ഇത് ഹക്ക് സംസാരിക്കുമ്പം എന്ത് കമ്മിറ്റി, ഏത് കമ്മിറ്റി? ഞാൻ എന്റെ ഉമ്മാരെ കബറിനെടുത്താ ഇവിടെ നടക്കുന്ന ഗാനമേള, ഇവിടുന്ന് കബറിന്റെ മുകളിൽ ഇസ്ലാമിന് വിരുദ്ധം. റഷീദ് ഹദീസ് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. എന്താ പറയുന്നത്? എന്താ ഖബറിന്റെ മേലുള്ള സാധനം വെച്ചേക്കുന്നത്? പറഞ്ഞെന്തായിപ്പോന്നാ തെറ്റായിട്ട് പറഞ്ഞു കൊടുക്കുമ്പം അതിനെ ശരിയാണെന്ന് പറയാനല്ലേ കഴിയുന്നത്? അല്ല, തെറ്റാണ്, നിങ്ങൾ തെറ്റാണെന്ന് പറയുന്നത് നിങ്ങളോട് തന്നെ പറയുന്നത്. സഹോദരങ്ങളെ, വ്യത്യസ്ത വീഡിയോയിലൂടെ നമ്മൾ പല രംഗങ്ങളും കാണുകയാണ്. അവിടെ ആ സഹോദരൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഗൗരവത്തോടെ കാണേണ്ടതാണ്. ഗാനമേള നടക്കുന്നു എന്നാ പറഞ്ഞത്. ഖബറിസ്ഥാനിന്റെ മുകളിൽ ഗാനമേള നടക്കുന്നു, അവിടെ കച്ചവടം നടക്കുന്നു. പുരോഹിതന്മാർ ഇതൊക്കെ കണ്ടില്ലെന്ന് നടിക്കുന്നു. അവർക്ക് വേണ്ടത് സമ്പത്താണ്. ഈ ലോകത്ത് മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന മഹാന്മാരിൽ ഏറ്റവും മഹാനായ അഷ്റഫുൽ ഖൽക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ കൊണ്ട് ഇന്ന് കേരളത്തിൽ പല സ്ഥലത്തും കാണുന്നത് പോലെ വരുമാനം ഉണ്ടാക്കി മതസ്ഥാപനങ്ങൾ നടത്തിയതായി വല്ല തെളിവും ഉണ്ടോ? വിനീതമായി അവിടുത്തെ മറുപടി ആഗ്രഹിക്കുന്നു. എന്ന് ചോദിച്ചാല് നമ്മളെ കാലത്തിന്റെയും പരിസ്ഥിതിയുടെയും പ്രശ്നം അവിടെ ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കുമല്ലോ, കാലം മാറി 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 വന്നപ്പോ പ്രാധാന്യം മുഴുവൻ പണത്തിനായി. അപ്പൊ പണത്തിനും ദുന്യാവിനും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ലോകം വന്നപ്പോ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും കൈകാര്യം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും പണത്തിന്റെയും ദുന്യാവിന്റെയും ആവശ്യം വന്നു. ആ ആവശ്യങ്ങൾ വന്നപ്പോഴാണ് അത്തരം കാര്യങ്ങൾ ഉണ്ടായത്. കാലം മാറിയിട്ട് വരുന്ന പുതിയ ആചാരപ്രകാരവും അതിനനുസരിച്ച് പുണ്യം ഇന്നത്തെ ആളുകൾക്ക് കിട്ടും എന്ന രീതിയിൽ പുണ്യകർമ്മങ്ങൾ ഖബറിന്റെ അകത്ത് നടന്നു വരുന്നതോ അല്ലെങ്കിൽ ഖബർ പരിപാലനവുമായി ബന്ധപ്പെട്ട കുടുംബങ്ങളുടെ ജീവിതത്തിനോ അല്ലെങ്കിൽ അറബി കോളേജുകളുടെ ജീവിതത്തിനോ അല്ലെങ്കിൽ പള്ളികളുടെ ജീവിതത്തിനോ വേണ്ടിയിട്ട് വിനിയോഗിക്കുന്ന ഒരു രീതി ഇന്ന് വന്നു നമ്മുടെ നാട്ടില്. പണം എല്ലാവരും കൊടുക്കൽ തുടങ്ങിയപ്പോ നമ്മുടെ നാട്ടിൽ ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, എല്ലാവരും ഉണ്ട്. അതുപോലെ പള്ളിയിലൊക്കെ നടക്കുന്ന തരത്തിൽ സംഭാവന കൊടുക്കൽ നമ്മളും തുടങ്ങി. സംസ്കാരങ്ങൾ തമ്മിൽ പണ്ടും കണ്ടും കൊടുത്തും നിൽക്കുമല്ലോ. അതുപോലെ സംസ്കാരത്തിൽ നിന്ന് തുടർന്ന രീതിയിൽ തന്നെ ദുന്യാവിന്റെ ആധിപത്യം നമ്മളെ നാട്ടിൽ കൂടിയതിന്റെ രീതിയിൽ തന്നെ നമ്മളെ നാട്ടിലും കുറെ പണങ്ങൾ എല്ലാ രംഗത്തും ചെലവഴിക്കൽ വന്നത് പള്ളിക്കും വന്നു, ഖബറിനും വന്നു. അതിനപ്പുറം അവർക്ക് ദീനിനോട് ഒരു കൂറുമില്ല. അതുകൊണ്ട് തന്നെ ഇതിനൊന്നും ആരും എതിർക്കില്ല. അതുകൊണ്ട് എന്ത് തോന്നിവാസവുമാകാം. ഈ സ്റ്റാളുകളൊക്കെ ലേലത്തിലെടുത്തതാണ് ആ കച്ചവടക്കാർ. അങ്ങനെ ഖബറിന്റെ മുകളിലാണ് ഈ പറയുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് കച്ചവടം ചെയ്യുന്നത്. അവിടെ പല ഗാനമേളകളും അതുപോലെയുള്ള പ്രോഗ്രാമുകളും നടക്കുകയാണ്. ഇതിനെതിരെ പ്രതികരിക്കുന്ന ആളുകൾ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി, നിങ്ങൾക്ക് വിശ്വാസമൊന്നുമില്ല എങ്കിൽ നിങ്ങൾ പോയിക്കോ, അംഗീകരിക്കുന്നുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി എന്നൊക്കെയുള്ള സംസാരം, തിട്ടൂരം. ഇത് എവിടേക്കാണ് ഈ സമൂഹത്തിനെ പുരോഹിതവർഗം കൊണ്ടുപോകുന്നത്? ഗൗരവത്തോടെ നാം ആലോചിക്കേണ്ടതുണ്ട്. ഇസ്ലാമികമാണോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ? തീർത്തും ഇസ്ലാമിന് വിരുദ്ധമായ കാര്യങ്ങളാണ് ഇത് എന്നതിൽ ഒരു സംശയവും ആർക്കും വേണ്ട. ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് തീർത്തും വിരുദ്ധമായ കാര്യങ്ങളാണ് പുരോഹിതവർഗം സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെക്കുന്നത്. ഈ സമൂഹത്തെ ഷിർക്കിലേക്കും കുഫ്രിലേക്കുമാണ് പുരോഹിതവർഗം തള്ളിവിടുന്നത്. അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സമൂഹത്തിന്റെ വിശ്വാസത്തെയാണ് അവർ ചൂഷണം ചെയ്യുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനും
യഥാർത്ഥ വിശ്വാസിയായിക്കൊണ്ട് ജീവിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും യഥാർത്ഥ വിശ്വാസിയായിക്കൊണ്ട് തന്നെ മരണപ്പെടുവാനും നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.